രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ശരിക്കു പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് ഒരു രാഷ്ട്രീയ കൈമാറ്റം മാത്രമായിരുന്നില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്ന ചിന്ത. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന മഹാത്മാഗാന്ധിജി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവായിട്ടുള്ള ബാബാ സാഹിബ് അംബേദ്കർ ഉൾപ്പെടെ സർദാർ വല്ലഭായ് പട്ടേലും സുഭാഷ് ചന്ദ്രബോസും സരോജിനി നായിഡുവും ജവഹർലാൽ നെഹ്റുവും എല്ലാവരും, അന്നത്തെ ഞാൻ ഓരോരുത്തരായി പേര് പറയുന്നില്ല, എല്ലാവരും സ്വപ്നം കണ്ട ഒരു ഇന്ത്യ എന്ന് പറയുന്നത് കേവലം ഒരു അധികാര കൈമാറ്റത്തിൻ്റെയോ ഒരു ഭൂമിശാസ്ത്രപരമായ വ്യത്യാസത്തിൻ്റെയോ കാര്യമായിട്ടല്ല ഇന്ത്യയെ സ്വതന്ത്രമാക്കുക എന്നത് ഉദ്ദേശിച്ചിരുന്നത്. പാരതന്ത്ര്യം എന്ന് പറയുന്നത് കേവലം രാഷ്ട്രീയ അടിമത്വം മാത്രമല്ല എന്ന ചിന്തയിൽ നിന്നാണ് ഭാരതം ലോകത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളത്. സമഭാവനയും ലോക സമസ്ത സുഖിനോ ഭവന്തോ എന്ന് പറയുന്ന സങ്കല്പമൊക്കമുള്ള ഭാരതത്തിൽ ഈ നൂറ്റാണ്ടിൽ 20-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 21-ാം നൂറ്റാണ്ടിലേക്ക് രാജ്യം പുരോഗമിക്കുമ്പോൾ, ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾക്ക് മാതൃകയായി ഇന്ത്യ രാജ്യം നിൽക്കുമ്പോൾ, ഇന്ത്യ വൻ ശക്തിയാകാൻ വികസിത ഭാരതത്തിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ, ഞാൻ ഈ സൂചിപ്പിച്ച പോലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉൾപ്പെടെ സ്വപ്നം കണ്ട രാജ്യത്തിന് പോറലേൽക്കുന്ന അപമാനകരമായ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിൽ നടന്നത്. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിലെ രാംലീല മൈതാനത്ത് മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് പങ്കെടുത്ത ഒരു പരിപാടി. അദ്ദേഹം പോയതിനു ശേഷം ശുദ്ധികലശം നടത്തിയിരിക്കുകയാണ് അവിടെ ഹൈന്ദവ സംഘടനകൾ. എന്ത് ന്യായമാണ് അവർക്ക് പറയാനുള്ളത്? അവർ പറയുന്ന ന്യായം അതൊരു മതപ്രാധാന്യമുള്ള വേദിയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ശുദ്ധികലശം നടത്തിയത്. ഒന്നുകിൽ അങ്ങനെ മതപ്രാധാന്യമുള്ള സ്ഥലമാണെങ്കിൽ ഒരു കാരണവശാലും അത് ഇതലത്തെ പ്രകടനത്തിന് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മല്ലികാർജുന ഖാർഗെയെ പോലുള്ള ഒരുപക്ഷെ കോൺഗ്രസ് വന്നിരുന്നെങ്കിൽ, അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അല്ലെങ്കിൽ ഉപപ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അത്രയും വലിയ പദവിയിൽ നിൽക്കുമായിരുന്നു. നമ്മുടെ രാഷ്ട്രം ഇപ്പോൾ നയിക്കുന്ന പ്രസിഡന്റാണ് പ്രഥമ പൗര. അവർ ഒരു ആദിവാസി വനിതയാണ്. നമ്മളെല്ലാം അഭിമാനിക്കുന്നവരാണ്. KR നാരായണൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അത്ഭുതമാണ്. എല്ലാ സമുദായങ്ങളുടെയും ജാതി മതങ്ങൾക്കാരെക്കാൾ ഉയരത്തിൽ ദക്ഷിണാശാലിയും വലിയ പണ്ഡിതനുമായിരുന്നു KR നാരായണൻ. ജന്മം കൊണ്ട് പട്ടികജാതി വർഗക്കാരനാണ്. പക്ഷെ നമ്മൾ ഇന്ത്യൻ പ്രസിഡന്റായി ആദരിച്ചിട്ടുണ്ട്. മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള മൈനോറിറ്റി സമുദായത്തിൽപ്പെട്ട മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ, ഒരു ശാസ്ത്രജ്ഞനെ നമ്മൾ രാഷ്ട്രപതിയായി അംഗീകരിക്കുകയും എല്ലാവരുടെ മനസ്സിലും വലിയ പ്രതിഷ്ഠ നേടുകയും ചെയ്തിട്ടുണ്ട്. റാം ഗോവിന്ദ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ജന്മം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, കർമ്മം കൊണ്ട് അവർ വളരെ മുന്നിലാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ചെയ്ത ഒരു രാജ്യത്ത് ഒരു സാഹചര്യത്തിലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു മല്ലികാർജുൻ ഖാർഗെ അവിടെ പോയി സംസാരിച്ചതിനെതിരെ, അല്ലെങ്കിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ആ റാലി കഴിഞ്ഞപ്പോൾ അവിടെ വൃത്തിയാക്കിയത്. ഓരോ റാലികളിലും എത്രയോ ആളുകൾ വരും. ആ വരുന്നവരെല്ലാം ഏത് ജാതിയാണെന്ന് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? മതപരമായി എന്തെങ്കിലും ഉള്ളൊരു മൈതാനമാണെങ്കിൽ പോലും അങ്ങനെ അത് വാടകയ്ക്ക് കൊടുക്കരുത്, അല്ലെങ്കിൽ അവിടെ നടത്താൻ സമ്മതിക്കരുത്. അത് കെട്ടി അടച്ചിടണം. നടത്താൻ കൊടുക്കുകയും രാംലീല മൈതാനം കൊടുക്കുകയും അവിടെ പരിപാടി നടത്തുകയും ചെയ്തതിനു ശേഷം കൃത്യമായി തോന്നിയവാസമാണ് നടന്നത്. പിന്നിൽ ശ്രീറാം സേന എന്നാണ്. ഈ ഒരുപാട് വാനര സേന, ഹനുമാൻ സേന, ശ്രീറാം സേന, ഇങ്ങനെ കുറേ സംഘപരിവാർ സംഘടനകളുണ്ട്. കുറേ ആളുകളുണ്ട്. കുറേ ആളുകൾ അങ്ങ് സംഘടിക്കുന്നു, ഒരു സംഘടന ഉണ്ടാക്കുന്നു, അവർ കൊണ്ടു നടക്കുന്നു. ഹനുമാൻ സേനയുണ്ട്, ഹനുമാൻ സമിതിയുണ്ട്, ശ്രീറാം സേനയുണ്ട്, ശ്രീറാം സമിതിയുണ്ട്, വാനര സേനയുണ്ട്, വാനര സമിതിയുണ്ട്. ഇങ്ങനെ ഒത്തിരി സംഘടനകളുണ്ട്. ആരായാലും ഏത് ശക്തി ചെയ്താലും അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. JP നദ്ദ, BJPയുടെ JP നദ്ദ അതിനെതിരെ അന്വേഷിച്ച് നടപടിയെടുക്കണം എന്ന് തന്നെയാണ്
കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. BJP എന്തായാലും അതിനെ പിന്തുണയ്ക്കുന്നില്ല എന്നുകൂടെ പറയുമ്പോൾ കോൺഗ്രസ് ഒരിക്കലും പിന്തുണയ്ക്കുന്നില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിന്തുണയ്ക്കുന്നില്ല. പിന്നെ ആരാണ് ഇതിനെ ഇന്ത്യയിൽ ഷാഡോ പോലെ പിന്തുണയ്ക്കുന്നത്? നമ്മളിപ്പോഴും നേതാക്കളെയും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലും നേതാക്കളെയും ഒക്കെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ അധിക്ഷേപിക്കുകയും അവർ പങ്കെടുക്കുന്ന പരിപാടി അവർ പോയതിനു ശേഷം ശുദ്ധികലശം ചെയ്യുകയും ചെയ്യുന്നത് അപരിഷ്കൃതമാണ്. അത് നമ്മൾ ആറ്റിൽ കളഞ്ഞവരാണ്, കടലിൽ എറിഞ്ഞവരാണ്. നവോത്ഥാനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ പുരോഗമന ആശയങ്ങളുടെ പേരിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വലിച്ചെറിഞ്ഞവരാണ്. എന്നിട്ടും ഇപ്പോഴും ചാണകം തളിച്ച് അവിടെ വൃത്തിയാക്കുന്നു എന്ന് പറയുന്നാൽ ഹോമം ഉൾപ്പെടെ ചാണകം തളിച്ച് ഹോമം ഉൾപ്പെടെ നടത്തി എന്നാണ് പറയുന്നത്. വളരെ പരിതാപകരമാണ്. ഒരു കാരണവശാലും നമ്മുടെ രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. രാഷ്ട്രീയ ചർച്ചകൾക്കപ്പുറം ഇത് രാഷ്ട്രീയമായ ഒരു ചർച്ചയല്ല ഇതിനകത്ത് വേണ്ടത്. അത് BJP ആളുകൾ ചെയ്താലും നാളെ BJPയുടെ ആരെങ്കിലുമൊക്കെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളും ഇതുപോലെ നേതാവാകും. അപ്പോൾ ആരാണ് നേതാവ് എന്ന് നോക്കാതെ, അവരുടെ ജാതി നോക്കാതെ, മതം നോക്കാതെ വളരെ കൃത്യമായി ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രമായി ഭാരതം മാറണ്ടേ? എന്താണ് സംഭവിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും മതപ്രാധാന്യമുള്ള വേദി എന്ന് പറയുന്നതൊന്നും ഒരു സമീകരിക്കാവുന്ന അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാവുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ സംഘാടകരുമായി ഈ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ഉത്തരാഖണ്ഡിലെ BJP നേതാവും മന്ത്രിയുമായ ഭജൻ ദാസ് പറയുകയുണ്ടായി. എന്തായാലും BJP ഇതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അത് ജാർഖണ്ഡിലെ BJPയും തള്ളിപ്പറഞ്ഞു, കേന്ദ്ര BJP നേതൃത്വം തള്ളിപ്പറഞ്ഞു. തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഇത് അനുവദനീയമല്ല, അപലപനീയമാണ്. ഒരു സാഹചര്യത്തിലും ഭാരതത്തിൽ അങ്ങനെ അതല്ല ഭാരതം. ഇവിടെ ഏതെങ്കിലും ജാതിയിലോ മതത്തിലോ പെട്ടവർ അത് ഒരു ഇരുണ്ട യുഗത്തിൽ ഇതൊക്കെ നടന്നിരുന്നു. ഒരു ഇരുണ്ട യുഗത്തിൽ ഇതൊക്കെ ജാതിയുടെയും മതത്തിൻ്റെയും പേക്കൂത്തുകൾ ഒരു ഇരുണ്ട യുഗത്തിലൂടെ നടന്നിരുന്നു. പക്ഷെ അത് കഴിഞ്ഞല്ലോ, ആ യുഗം കഴിഞ്ഞു. ഇനി ആ യുഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അടിമത്തം ഉണ്ടായിരുന്നു. അമേരിക്കയിൽ അടിമത്തം ഉണ്ടായിരുന്നു, ഇംഗ്ലണ്ടിൽ അടിമത്തം ഉണ്ടായിരുന്നു, ദക്ഷിണാഫ്രിക്കയിൽ അപ്പാർത്തൈഡ് ഉണ്ടായിരുന്നു, വർണ്ണവിവേചനം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ലോകം കടപുഴക്കി കളഞ്ഞു. അതെല്ലാത്തിൽ നിന്ന് അത് ഈ നമ്മുടെ ഉരകങ്ങൾ അല്ലെങ്കിൽ പാമ്പ് പോലുള്ള എൻ്റെ തൊലി ഉരിച്ച് കളയുന്നത് പോലെ, ഫ്രഷ് ആവുന്ന പോലെ, അല്ലെങ്കിൽ പരുന്ത് അതിൻ്റെ കൊക്കും ശരീരമൊക്കെ ഉരച്ച് വീണ്ടും ഫ്രഷ് ആകുന്നത് പോലെ നമ്മൾ വളരെ വലിയ ഫ്രഷായ ഒരു ജനതയാണ്. തിരിച്ചു പോക്കില്ല. അത് കാടത്തമാണ്. ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല. ശക്തമായി നാം അതിൽ പ്രതിഷേധിക്കുക മാത്രമല്ല, ഇതൊരു സാഹചര്യത്തിലും പ്രോത്സാഹിക്കുകയും ചെയ്യാൻ പാടില്ലാത്തതാണ്.